അക്കൗണ്ട് തുറക്കാൻ CPM സഹായിച്ചിട്ടെന്നങ്ങ് പറഞ്ഞു. പക്ഷേ നേരത്തെയൊക്കെ കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ BJP വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് അപ്പോഴത്തേക്ക് ഇപ്പോൾ CPMന്റെ സ്വാധീന മേഖലയിൽ കൂടി BJP വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ എടുത്താലും കാട്ടാക്കട എടുത്താലും പല മേഖലകളിലും CPM വോട്ടിന്റെ BJPയിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം പോകുന്നുണ്ട്. അങ്ങനെ അതിനോട് സപ്പോർട്ട് ചെയ്ത ഒരു ചോദ്യം, അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ പോലും ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിൽ നേരെ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ചെന്ന് കയറുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളായിരുന്നവർ മുന്നോട്ട് വന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിന്റെയൊക്കെ അധ്യക്ഷന്മാരാകുന്ന അവസ്ഥയുണ്ട്. അപ്പം ഫലത്തിൽ പൊതുസമൂഹത്തിന് ഈ കാവിയും ചുവപ്പും തമ്മിലുള്ള വ്യത്യാസമില്ലായ്മ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയല്ലേ എന്നുണ്ടാക്കി. രണ്ട് ഭാഗമായിട്ടാണ് ഈ ചോദ്യത്തെയും ഉപചോദ്യത്തെയും സമീപിക്കേണ്ടത്. ഒന്ന്, CPIMന്റെ സ്വാധീന മേഖലകളിൽ അവിടെയും UDFന്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ മാത്രമല്ല, CPIMന്റെ സ്വാധീന മേഖലകളിലും BJP വളരാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് വളരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടത്. ഇത് ബന്ധപ്പെട്ട കമ്മിറ്റികൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ച് അത് തടയാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം കോൺഗ്രസിൻ്റെ ചെലവിൽ മാത്രം BJP വളരുന്നു എന്നുള്ളതല്ല. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തെളിവൊന്നും കൂടുതൽ ആവശ്യമില്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണത്. അത് ബോധപൂർവം തീരുമാനിച്ചിട്ടാണോ? ബോധപൂർവം തീരുമാനിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഏതാ ബേപ്പൂർ വടകര മോഡലുകൾ? ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിനും ലീഗിനും BJPക്കും രത്നക് സിംഗാണ് സ്ഥാനാർത്ഥി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ. കോൺഗ്രസിനും ലീഗിനും BJPക്കും ഡോക്ടർ മാധവൻകുട്ടിയാണ് ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി. ബാക്കി മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്ന ധാരണകൾ ഇതൊക്കെ നമ്മുടെ, പിന്നെ ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഇടതുപക്ഷത്തിനും CPMനും സ്വാധീനമുള്ള ചില മേഖലകളിലും BJP അതിൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നുണ്ട് എന്ന് കരുതണം. അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ട ഇടപെടൽ കർശനമായിട്ട് നടത്തണം CPM എന്നുള്ളതാണ്. ഈ കഴക്കൂട്ടത്തെ ഏരിയ സെക്രട്ടറിയുടെ കാര്യം, അത് മംഗലപുരം, അത് പാർട്ടി വളരെ ഗൗരവമായി കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഇതൊക്കെ ചർച്ച ചെയ്ത പാർട്ടി ജില്ലാ സമ്മേളനത്തിലും ഞാൻ പങ്കെടുത്തതാണ്, ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞതാണ്. ഇദ്ദേഹം ഏരിയ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ കഥാപാത്രം CPIM എന്നതുപോലുള്ള ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് പാർട്ടിയുടെ ഇവിടുത്തെ ജില്ലാ നേതൃത്വം കൃത്യമായി കണ്ടുപിടിച്ചു. ജില്ലാ സെക്രട്ടറി തന്നെ കണ്ടുപിടിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പറയണമെന്ന് നിങ്ങൾ നിർബന്ധിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനും കൂടി ഇരുന്ന വേദിയിൽ അത് ചർച്ച ചെയ്തതാണ്. ഏരിയ സമ്മേളനത്തിന് മുമ്പ് ജില്ലാ സെക്രട്ടറിയെ സ്വാധീനിക്കാൻ വേണ്ടി ഇദ്ദേഹം വന്നു, ഏരിയ സെക്രട്ടറി. അത്രയും ഞാൻ പറയാം. അപ്പം അങ്ങനെ സ്വാധീനത്തിന് ഉൾപ്പെടുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി V ജോയി ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഈ ഏരിയ സെക്രട്ടറിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ ജില്ലാ സെക്രട്ടറിക്ക് മനസ്സിലായി ഇത് നമ്മുടെ പാർട്ടിക്ക് പറ്റിയ രീതിയല്ലല്ലോ. എൻ്റെ ഈ രീതി ജില്ലാ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഈ ഏരിയ സെക്രട്ടറിക്ക് മനസ്സിലായി അവിടെ വെച്ച് തന്നെ, വീട്ടിൽ വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇയാൾക്ക് പലതരത്തിലുള്ള ബന്ധം നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം. ഇപ്പം ഇടതുപക്ഷമാണ് ഭരണത്തിലിരിക്കുന്നത്, നേതൃത്വത്തിലിരിക്കുന്നത്. അങ്ങനെ അവസരവാദപരമായി വരുന്നവരെ ഒന്നും അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPIM. പക്ഷേ ചിലയിടത്ത് നുഴഞ്ഞു കയറാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഈ സംഭവിച്ചത്. അവർ തന്നെ അംഗീകരിക്കുകയില്ല, തൻ്റെ ഒരു നടപടി ഉണ്ടാവും എന്ന് മനസ്സിലായപ്പോൾ തന്നെ അദ്ദേഹം മറുകണ്ഠം ചാടി. ആ മറുകണ്ഠം ചാടാൻ വേണ്ട ബന്ധപ്പെടലുകൾ അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ചോദ്യം, മുമ്പ് BJPയിലുണ്ടായിരുന്നവർ ചിലർ CPMലേക്ക് വന്നിട്ടില്ലേ? ഇവിടെ പറയാനുള്ളത്, ഒരു മനുഷ്യൻ ഒരിക്കൽ തെറ്റായൊരു നിലപാടെടുത്തു എന്ന് കണ്ടാൽ ആ മനുഷ്യൻ തൻ്റെ തെറ്റായ നിലപാട് ശരിക്കും ആത്മാർത്ഥമായി തിരുത്താൻ തയ്യാറായാലും അത് അംഗീകരിക്കാതെ, ഹേ മനുഷ്യ, നിങ്ങൾ നിങ്ങളുടെ തെറ്റായ രാഷ്ട്രീയ നിലപാടെല്ലാം ഉപേക്ഷിച്ച് നന്നാകാൻ ശ്രമിച്ചാൽ അതൊന്നും ഞങ്ങൾ സമ്മതിച്ചു തരില്ല, നിങ്ങൾ നിങ്ങളുടെ തെറ്റായ നിലപാടിൽ തന്നെ തുടർന്നുകൊള്ളണം എന്ന് ശഠിക്കണമെന്ന് പറയുന്നത് എൻ്റെ മാന്യ സുഹൃത്തെ ഒട്ടും ശരിയായ സമീപനമല്ല. നിലപാടുകൾ രണ്ട് തരത്തിൽ ആളുകൾ മാറ്റാം.
ചുരുങ്ങിയത്. രണ്ടിൽ കൂടുതൽ അതിലും മാറ്റാം. ഒന്ന് അവസരവാദപരമായ നിലപാട് മാറ്റമാണ്, മറ്റൊന്ന് സ്വന്തം നിലപാട് ഇത്ര കാലവും തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തെറ്റായ നിലപാട് തിരുത്താനുള്ള സന്നദ്ധതയാണ്. അങ്ങനെയാണ് ഒരാൾ തിരുത്തുന്നതെന്ന് ബോധ്യപ്പെട്ടാലാണ് CPIM അവരെ സ്വീകരിക്കുക. ഒരുപാട് ഉദാഹരണം ഞാൻ പറയുന്നില്ല. TK ഹംസ ഇപ്പോഴും CPIMൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നയാളാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വിദ്യാർത്ഥി ഫെഡറേഷൻ ഉണ്ടായിരുന്നയാളാണ്. അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം, എനിക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത കാരണങ്ങളാൽ, പക്ഷേ അദ്ദേഹത്തിന് ന്യായീകരിക്കാവുന്ന കാരണങ്ങളാൽ അദ്ദേഹം കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടു. കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് വരെയായി മലപ്പുറത്ത്. അങ്ങനെ DCC പ്രസിഡൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഭാഗമായിരുന്ന താൻ അതിൻ്റെ സയുക്തികമായ രാഷ്ട്രീയ തുടർച്ചയിലായിരുന്നില്ലേ നിൽക്കേണ്ടിയിരുന്നത്, എന്തിനാണ് ഞാൻ ഈ കോൺഗ്രസ്സിൽ വന്ന് ചേർന്നത് എന്ന നിലയിൽ അദ്ദേഹം ആ നിലപാട് മാറ്റി. അദ്ദേഹം CPIMൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ചു, പാർട്ടി പ്രവർത്തകനായി നടന്നു, മത്സരിച്ചു, MLA ആയി, മന്ത്രിയായി. ലീഗിൻ്റെ സ്വാധീന മേഖലയായിട്ടുള്ള മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ലോക്സഭാംഗമായി 2004. അദ്ദേഹം വയസ്സായി, പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമൊന്നുമില്ല, ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയാണ്, പാർട്ടിയുടെ നിലപാടുകൾ ശക്തമായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള പല ഉദാഹരണങ്ങളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. KT ജലീൽ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായി, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവായിരുന്നില്ലേ? ഇപ്പോൾ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ വക്താവാണ് KT ജലീൽ. അപ്പോൾ KT ജലീൽ മുസ്ലിം ലീഗ് വിട്ടുവരാൻ പറ്റും? ജലീലേ, നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ തന്നെ നിന്നോളൂ എന്നാണോ പറയേണ്ടിയിരുന്നത്? അപ്പോൾ ലീഗിൽ നിന്ന് വിട്ടുവരുന്നവരെ നിങ്ങൾ സ്വീകരിക്കുന്നു, കോൺഗ്രസിൽ നിന്ന് വിട്ടുവരുന്നവരെ ഓരോരുത്തരെയും പരിശോധിച്ചിട്ട് സ്വീകരിക്കാവുന്നവരാണോ വേണ്ടയോ എന്നെല്ലാം അല്ലയോ എന്ന് പരിശോധിച്ചിട്ടാണ് പാർട്ടി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ വളരെ ശരിയായ മാനുഷികമായ ഒരു സമീപനമാണ് പിന്തുടരുന്നത് എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ എൻ്റെ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ചിലപ്പോൾ ചില വിലയിരുത്തലുകൾ തെറ്റിപ്പോകാം. അത് എറർ ഓഫ് ജഡ്ജ്മെൻ്റ് എന്നാണ് പറയുക. നമ്മളുടെ വിലയിരുത്തലിൽ നമുക്ക് സംഭവിച്ച ഒരു തെറ്റാണ്, അല്ല ബോധപൂർവമുള്ളൊരു തെറ്റല്ല. ബോധപൂർവം CPIM ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല.